ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലെ 16 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇന്ന് നമുക്ക് 17-ാമത്തെ ശ്ലോകം നോക്കാം. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. തത് അതായത് ബ്രഹ്മം, അവിഭക്തം ച വിഭജിക്കപ്പെടാത്തതും, ഭൂതേഷു ഭൂതജാലങ്ങളിൽ, വിഭക്തമിവ വിഭജിക്കപ്പെട്ടതുപോലെ, സ്ഥിതം ച സ്ഥിതി ചെയ്യുന്നതുമാകുന്നു. ഭൂതഭർതൃ അത് ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതും, ഗ്രസിഷ്ണു ച സംഹരിക്കുന്നതും, പ്രഭവിഷ്ണു ച സൃഷ്ടിക്കുന്നതുമാണ് എന്ന് ജ്ഞേയം നീ അറിയുക. ബ്രഹ്മം വിഭജിക്കപ്പെടാത്തതും ഭൂതജാലങ്ങളിൽ വിഭജിക്കപ്പെട്ടതുപോലെ സ്ഥിതി ചെയ്യുന്നതുമാകുന്നു. അത് ജീവജാലങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നതും സംഹരിക്കുന്നതും സൃഷ്ടിക്കുന്നതുമാകുന്നു എന്ന് നീ അറിയുക. പരമാത്മാവ് വിശ്വം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന, വിഭജിക്കാനാവാത്ത ഏകഭാവത്തിലുള്ളതാണെങ്കിലും ഓരോ ജീവിയിലും ജീവാത്മരൂപത്തിൽ വിഭജിക്കപ്പെട്ടതുപോലെ സ്ഥിതി ചെയ്യുന്നു. ഭൂതജാലങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംഹരിക്കുന്നതും ഈ ബ്രഹ്മം തന്നെ എന്നറിയുക. ഓരോ ജീവിയിലും വേറെ വേറെയായി കാണപ്പെടുന്നുവെങ്കിലും പരമാത്മാവ് വിഭജിക്കപ്പെടാനാവാത്തതാണ്. ഉദാഹരണത്തിന്, കുറേ പാത്രങ്ങൾ നിരത്തി വച്ചിട്ട് അതിൽ ജലമൊഴിച്ച് വെയിലത്ത് വയ്ക്കുക. ഓരോ പാത്രത്തിലെ ജലത്തിലും ഓരോ സൂര്യനെ കാണാം. എന്നാൽ സൂര്യനാകട്ടെ ഒന്നേ ഉള്ളൂ, വേറെ വേറെ ഉണ്ടെന്ന് തോന്നും. അതുപോലെ ഓരോ ജീവിയുടെ ഉള്ളിലും ജീവാത്മാവായി പരമാത്മാവ് വസിക്കുന്നു. എന്നാലോ പരമാത്മാവ് വിശ്വം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന വിഭജിക്കാനാവാത്ത ഏകഭാവമാണ് താനും. സൃഷ്ടിയുടെ ആരംഭത്തിൽ സകലതിനെയും സൃഷ്ടിക്കുകയും അവയെല്ലാം സംരക്ഷിക്കുകയും പ്രളയകാലത്ത് എല്ലാറ്റിനെയും തന്നിൽ തന്നെ ലയിപ്പിക്കുകയും ചെയ്യുന്നതും ഈ ബ്രഹ്മം തന്നെയാകുന്നു. ഇതുതന്നെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ ബ്രഹ്മം തന്നെയാണ് പരമാത്മാവ് അഥവാ ഈശ്വരൻ. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.